ഒന്ന് കണ്ണ് തുടച്ചിട്ട് ഓരോരുത്തരും കുറച്ചുകൂടി ഇങ്ങനെ മുമ്പോട്ട് നടന്നു പോകണം. ഒരാളുടെ ജീവിതത്തിന് അർത്ഥമെന്ന് പറയുന്ന ഒറ്റർത്ഥമേ ഉള്ളൂ, പരാർത്ഥത. ഒന്നുമല്ല. ഈ പരാർത്ഥത എന്ന് പറയുന്നൊരു വാക്ക് മാത്രമേ അർത്ഥമായിട്ടുള്ളൂ. എന്തുമാത്രം ഇങ്ങനെ മറ്റുള്ളവർക്ക് അവരുടെ ലോകത്തെ ഭംഗിയാക്കാനായിട്ട് നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളതാണ് അവസാനത്തെ വിചാരം. എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടോ ഇല്ലെന്ന് തിരിച്ചറിയുന്നത്? അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ മടങ്ങിപ്പോകുമ്പോഴാണ് നിങ്ങൾ പാർത്തിടങ്ങളും നിങ്ങൾ ചേർത്ത് പിടിച്ച മനുഷ്യരും കുറേക്കാൾ ഭംഗിയുള്ള ഇടങ്ങളും കുലീനരായ മനുഷ്യരുമായി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഹ്രസ്വകാലത്തിന് കൃത്യമായിട്ടുണ്ടായിരുന്നു, അർത്ഥമുണ്ടായിരുന്നു. ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ പാർത്തിടങ്ങളും നിങ്ങൾ ചേർത്ത് പിടിച്ച മനുഷ്യരും കുറേ കൂടി ഭേദപ്പെട്ട ഇടങ്ങളും മനുഷ്യരുമൊക്കെ ആയിട്ട് പരിണമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിന് അർത്ഥമുണ്ടായിരുന്നു. ഒരു റിട്രോസ്പെക്ഷന് വേണ്ടി സഹായിക്കുന്ന വിചാരമാണ്. ബഷീർ ജയിലിലായിരിക്കുമ്പോൾ എന്തിനാണ് ഈ റോസാപ്പൂക്കൾ നട്ടു വളർത്തുന്നത്? ചെറിയ കാലം വാർക്കേണ്ട ഇടമല്ലേ? എന്നിട്ട് അയാൾ എന്തിനാണ് ഈ ചുറ്റിനും പൂക്കൾ നട്ടു വളർത്തുന്നത്? ഏതിടത്തിലായാലും എത്ര ചെറിയ കാലമായാലും കുറേ കൂടി ഭേദപ്പെട്ട ഒരു ലോകത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വിത്ത് വിതച്ച് പോകുന്ന എല്ലാ ജീവിതത്തിനും എന്തുണ്ട്? അർത്ഥമുണ്ട്.